ബി.ജെ.പി. സർക്കാരിന്റെ 10 വർഷത്തെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ കോൺഗ്രസിന്റെ ബ്ലാക്ക് പേപ്പർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഴ്ചകൾ മറച്ചുവെക്കുകയാണെന്ന് എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. കേരളമടക്കമുള്ള ബി.ജെ.പി. ഇതര സംസ്ഥാനങ്ങൾക്കെതിരായ ഫണ്ട് തടയുന്നത് ബി.ജെ.പിയുടെ ഗൂഢാലോചനയാണെന്ന് ബ്ലാക്ക് പേപ്പറിൽ വിമർശനമുണ്ട്. ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിലാണ് കോൺഗ്രസ് ബ്ലാക്ക് പേപ്പർ പുറത്തുവിട്ടത്. ധനമന്ത്രിയുടെ ബജറ്റിനും വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ പ്രധാനമന്ത്രിയുടെ പാർലമെന്റ് പ്രസംഗത്തിനുമെതിരെയാണ് കോൺഗ്രസിന്റെ ബ്ലാക്ക് പേപ്പർ. തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, വിലക്കയറ്റം, കർഷക പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ബ്ലാക്ക് പേപ്പറിൽ പറയുന്നു. കേരളം, കർണാടക, തെലങ്കാന തുടങ്ങിയ ബി.ജെ.പി. ഇതര സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ വിവേചനം കാട്ടുന്നു. സംസ്ഥാനങ്ങൾക്കുള്ള ഫണ്ട് തടഞ്ഞുവെക്കുന്നത് ബി.ജെ.പിയുടെ ഗൂഢാലോചനയാണെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ. वहाँ पर उनकी सरकार नहीं है, वहाँ पर उन्होंने कुछ पैसा छोड़ते नहीं, देते नहीं और बाद में ये कहते हैं कि हमने तो रिलीज किया है, वो खर्च नहीं हुआ. ऐसा नहीं होता. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ബി.ജെ.പി. സർക്കാർ എന്ത് ചെയ്തുവെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ചോദിച്ചു. കർഷകർക്ക് വേണ്ടി വില സ്ഥിരത നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു. നരേന്ദ്രമോദിയുടെ സുഹൃത്തുക്കൾക്ക് ഇറക്കുമതി തീരുവ ഒഴിവാക്കുകയാണ് ബി.ജെ.പി. സർക്കാർ ചെയ്യുന്നതെന്നും ബ്ലാക്ക് പേപ്പറിലെ വിമർശനം. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കോൺഗ്രസ് ഉറപ്പുവരുത്തി. എന്നാൽ അനീതിയുടെ കറുത്ത കാലത്തേക്കാണ് ബി.ജെ.പി. രാജ്യത്തെ നയിക്കുന്നത്. രാജ്യത്തിന്റെ ജനാധിപത്യം അപകടാവസ്ഥയിലാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 411 MLA-മാരെയാണ് ബി.ജെ.പി. കുതിരക്കച്ചവടത്തിലൂടെ നേടിയത്. പല കോൺഗ്രസ് സർക്കാരുകളെയും ബി.ജെ.പി. അട്ടിമറിച്ചു. ജനാധിപത്യത്തെ ഇല്ലാതാക്കുകയാണ് ബി.ജെ.പി. ചെയ്യുന്നത് എന്നുമാണ് കോൺഗ്രസിന്റെ ബ്ലാക്ക് പേപ്പറിലെ വിമർശനം. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.